ഡോക്ടർ IP അബ്ദുൾ സലാം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അബ്ദുൾ സലാം, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഒരു പ്രതികരണമാണ് അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അരക്ഷിതാവസ്ഥയിലൂടെയല്ല രാജ്യത്തെ മുസ്ലിം മതവിഭാഗങ്ങൾ കടന്നു പോകുന്നത് എന്നും അവർ സുരക്ഷിതരാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ആ പ്രതികരണത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഹലോ, കേൾക്കുന്നോ? പറഞ്ഞോളൂ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇന്നലെ കേന്ദ്ര പ്രധാനമന്ത്രിയെ കണ്ടു എന്നതും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ അജിത് ഡോവലിനെയും കൂടെ കണ്ടു എന്ന പത്രവാർത്തയും ന്യൂസും കണ്ടു. ന്യൂനപക്ഷ സമുദായങ്ങള് പ്രത്യേകിച്ച് ഇന്ത്യയിൽ യാതൊരുവിധ വിഷമങ്ങളോ പ്രയാസങ്ങളോ ദുരിതങ്ങളോ നേരിടുന്നില്ല എന്നതും ആ പ്രസ്താവനയുടെ ഭാഗമായി കാണുകയുണ്ടായി. സത്യത്തിൽ സംഘപരിവാർ സംഘത്തിനോട് കൂടെ ചേർന്നുകൊണ്ട് അവരുടെ രാഷ്ട്രീയ നിലപാടില് യോജിപ്പോ വിയോജിപ്പോ എന്നതല്ല ഇതിലുള്ള പ്രശ്നം. ഏറ്റവും പ്രധാനം ന്യൂനപക്ഷങ്ങൾ നേരത്തെയും കാന്തപുരം കേന്ദ്രമന്ത്രിയെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെയും കണ്ടിരുന്നു. ആ സമയത്തും അദ്ദേഹം പറഞ്ഞ ഇതേ വാചകം ഇപ്പോഴും ആവർത്തിച്ചു. അതിനുശേഷമാണ് ഇന്ത്യയില് ഡൽഹിയിലെ മുസഫർ നഗറിൽ അതുപോലെ ആസാമില് ഗുജറാത്തില് ഇതുപോലുള്ള പല സ്ഥലങ്ങളിലും വലിയ വലിയ വർഗീയ കലാപങ്ങളും ഏറ്റുമുട്ടലുകളും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളെ അവരുടെ പൗരത്വത്തെ ചോദ്യം ചെയ്യുന്നൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കും. അന്നൊന്നും കാന്തപുരം പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഈ ഒരു സമയത്ത് കാന്തപുരം പ്രതികരിക്കുന്നു. മുസ്ലിം സമുദായമോ ന്യൂനപക്ഷത്തിനോ ഇവിടെ ഒരു പ്രശ്നമില്ല എന്ന്. മറ്റൊരു കാര്യം, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരിക്കലും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഒരു ഗ്രാൻഡ് പ്രതിനിധിയായിട്ടല്ല അദ്ദേഹം പങ്കെടുക്കേണ്ടത്. ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു പൊതുപ്രതിനിധി എന്ന രൂപത്തിൽ ആരും അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മൊത്തം കുത്തക അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ നടത്തിയതായിട്ടും അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ കാണുന്നത്. അപ്പോൾ ഗ്രാൻഡ് മുഫ്തി ഇന്നലെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തി എന്നാണ്. അദ്ദേഹത്തെ ആരും ഗ്രാൻഡ് മുഫ്തിയായി തെരഞ്ഞെടുത്തിട്ടില്ല. ഗ്രാൻഡ് മുഫ്തിയായിട്ട് അദ്ദേഹത്തെ ഇന്ന് വരെ ഇന്ത്യയിൽ ആരും തെരഞ്ഞെടുത്തിട്ടില്ല. മാത്രമല്ല, ഇന്ത്യൻ മുസ്ലിങ്ങളിലെ ഏറ്റവും ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഹനഫി എന്ന് പറഞ്ഞാൽ തബ്ലീഗ് ജമാഅത്ത് ടീമാണ്. രണ്ടാം സ്ഥാനത്ത് മുസ്ലിങ്ങളുടെ ജനസംഖ്യ അടിസ്ഥാനത്തിൽ അഹ്ലെ ഹദീസ്, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കുന്ന അഹ്ലെ ഹദീസാണ്. മൂന്നാം സ്ഥാനത്ത് മറ്റു മദ്ഹബി പക്ഷപാതിത്വമുള്ള ആളുകളാണ്. അതിനും ശേഷമാണ് കാന്തപുരത്തിന്റെ ബറൈൽവികൾ എന്ന് പറയുന്ന സൂഫി ധാരയിലുള്ള ആളുകളുള്ളത്. ഈ മുസ്ലിം സമുദായത്തിന്റെ മൊത്തം ഗ്രൂപ്പുകളുടെ ഗ്രാൻഡ് മുഫ്തി എന്ന് അവകാശപ്പെടാൻ കാന്തപുരത്തിന് അവകാശമില്ല. മാത്രമല്ല, ഈ ഒരു സന്ദർശനത്തിലും ഞങ്ങൾ ചില ദുരൂഹതകൾ കാണുന്നുണ്ട്. അടുത്ത കാലത്ത് അജിത് ഡോവൽ കേരളം സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സന്ദർശനം അതീവ രഹസ്യമായിരുന്നു. പക്ഷേ ഈ സന്ദർശനത്തിന്റെ തൊട്ടു പിന്നാലെയാണ് സംഘപരിവാർ ശക്തികൾ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ അടുപ്പിച്ചു നിർത്തുവാനും അവരുടെ വോട്ടുകളെ ഉപയോഗപ്പെടുത്തുവാനും വേണ്ടി ആയിരുന്നോ ഈ ചർച്ച എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. രണ്ടാമത്തത്, ഇത്തരം ആളുകളൊക്കെ പല ആളുകളും സാമുദായിക സംഘടനകളും നേതാക്കളും ഒക്കെ കേന്ദ്രമന്ത്രിമാരെയും പ്രധാനമന്ത്രിയൊക്കെ കാണുന്നതിന്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ ED സന്ദർശനം വരുമ്പോഴാണ് ഇപ്പോൾ താങ്കൾ ഈ അബൂബക്കർ മുസ്ലിയാരും ഈ EDയുമായി ബന്ധപ്പെട്ടാണോ ചേർത്ത് വെച്ച് വിലയിരുത്തുന്നത്? അതെ, ഒരു പക്ഷേ ചിലപ്പോൾ ED സന്ദർശനം പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. ED പരിശോധനകൾ നടക്കുന്നുണ്ട്. പല സാമുദായിക സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ വ്യക്തികളെയും കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങനെയും ഇതിലേക്ക് ഉണ്ടാവാനുള്ള സാധ്യതകൾ നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. ഇതേ രൂപത്തിൽ പല രൂപത്തിലും പല സന്ദർശനങ്ങളും പലരും നടത്തിയിട്ടുണ്ട്. ആ രൂപത്തിൽ നമ്മൾ കാണുന്നുള്ളൂ. മാത്രമല്ല, കേരളത്തില് രാഷ്ട്രീയ നിലപാടിൽ അടുത്ത കാലത്ത് കാന്തപുരം വിഭാഗം സംഘപരിവാറിന് എതിരായ രൂപത്തിലെ ചില സമീപനങ്ങൾ സ്വീകരിച്ചു വന്നിരുന്നു അടുത്ത കാലത്ത്. അതിനുശേഷമാണ് അജിത് ഡോവലിന്റെ കേരള സന്ദർശനം. ഇതിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രിയെ ആർക്കും കാണാം, ഏതൊരു ആൾക്കും പെട്ടെന്ന് കാണാമെന്ന് സംസാരിക്കാനുള്ള അവസരമുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. പക്ഷേ ഈ ഒരു സന്ദർശനം പെട്ടെന്നുള്ള സന്ദർശനവും ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങളില്ല, ന്യൂനപക്ഷം ഒന്നും ഇവിടെ നേരിടുന്നില്ല എന്ന് പറയുന്നതിൽ ചില ദുരൂഹതകൾ സംശയിക്കുന്നുണ്ട്. താങ്കൾ ഈ സൂചിപ്പിക്കുന്ന പോലെ അദ്ദേഹം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി അല്ല എന്ന് പറയുമ്പോഴും അഖിലേന്ത്യാ സുന്നി ജമാഅത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഒരു വിഭാഗത്തെയെങ്കിലും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പശ്ചാത്തലം കൂടി ഉണ്ടല്ലോ. ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുമ്പോൾ നമ്മളത് കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുമ്പോൾ മൊത്തം മുസ്ലിം സമുദായത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, സൊസൈറ്റിയെ ടോട്ടൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഇപ്പോ ഉദാഹരണം, നേരത്തെ അബുൽ ഹസൻ അലി നദ്വി
ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഒരു കേന്ദ്ര ബിന്ദുവായിക്കൊണ്ട് തന്നെയാണ് അബുൽ ഹസൻ അലി മിയാൻ പ്രവർത്തിച്ചിരുന്നത്. അതിനുശേഷം റാബി നദ്വി, ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ ചെയർമാനായിരുന്ന റാബി നദ്വി അങ്ങനെ പ്രതികരിച്ചിരുന്നു. എന്നാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്ന പദം കിട്ടുന്നത്, അങ്ങനെ ഒരു പട്ടം കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് പോലും ഇവിടെ സംശയങ്ങളുണ്ട്. അത് ഒരുപാട് ആളുകൾ ആ സംശയങ്ങൾ നേരത്തെ ആ സഭയെ തന്നെ ഉന്നയിച്ചിരുന്നു. ഇപ്പോഴും പ്രബല മുസ്ലിം സംഘടനകൾ ആരും കാന്തപുരത്തിന്റെ ഗ്രാൻഡ് മുഫ്തി പട്ടം അംഗീകരിക്കുന്നില്ല. എന്തായാലും താങ്കൾ ഈ അവകാശവാദങ്ങളെ തള്ളിക്കളയുകയാണ്. അതായത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ വലിയ തോതിലുള്ള പ്രതിസന്ധികളാണ് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഓൾറെഡി ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാം, ഇപ്പോൾ തന്നെ ആസാമിലും അതുപോലെ തന്നെ ബംഗാളിലും ഗുജറാത്തിലും മറ്റു സംസ്ഥാനങ്ങളിലുമൊക്കെ പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയവും നിലവിൽ നമുക്കറിയാം. ഇവിടുത്തെ വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട വിഷയം, ഈ വിഷയത്തിൽ ന്യൂനപക്ഷങ്ങളെ ലക്ഷങ്ങൾ വെട്ടിക്കൊണ്ടാണ് ബീഹാറിലും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലുമൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് വരെ ഈ ഒരു പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സമയത്ത് അത് ഒരു സമുദായത്തെ മാത്രം, മുസ്ലിം ന്യൂനപക്ഷത്തെ മാത്രമല്ല മുസ്ലിങ്ങളുടെ ആരാധനകളെ പോലും തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, ഇപ്പൊ ഉദാഹരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ നമ്മുടെ UP മുഖ്യമന്ത്രി യോഗി അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്ത്യയിൽ ഈ ഒരു ജന്മത്തിൽ ബാബരി മസ്ജിദ് പുനഃസ്ഥാപിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവിടെ ബാബരി മസ്ജിദ് തകർത്തു. ആ തകർത്ത സ്ഥലത്ത് ഒരു പുതിയ ബാബരി മസ്ജിദ് പള്ളി തൊട്ടടുത്ത് ഉണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. അതൊരു ഇലക്ഷൻ ട്രെൻഡ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡൽഹിയിലെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ഒരുപാട് സാമുദായിക സംഘടനകളുടെ, മുസ്ലിം സംഘടനകളുടെ പള്ളികളും ആരാധനാലയങ്ങളും മുസ്ലിം ന്യൂനപക്ഷം താമസിക്കുന്ന ഭാഗങ്ങളൊക്കെ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് തകർത്തെറിഞ്ഞു. അതൊന്നും കാന്തപുരം കാണുന്നില്ല എന്ന് പറഞ്ഞാൽ കാന്തപുരം ഒരു ഭാഗത്ത് ചിലത് മൂടിവെക്കുകയും അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നു, ന്യൂനപക്ഷത്തെ ഒറ്റുകൊടുക്കുകയാണോ എന്ന് സംശയിക്കുന്നു. യെസ്, ഒപ്പം താങ്കൾ ഈ സൂചിപ്പിക്കുന്ന പോലെ ഇതിപ്പോൾ ചില ലക്ഷ്യങ്ങൾ ചിലതിനെയൊക്കെ ഭയന്നിട്ട് എന്ന് പറയുന്നു. അപ്പോൾ പോലും ഇതൊരു തെരഞ്ഞെടുപ്പ് കാലഘട്ടം കൂടിയാണല്ലോ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. അവിടെ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ ഒക്കെ BJPയുടെ ഭാഗത്ത് നിന്ന് പല ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പരാജയപ്പെടുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. വീടുകൾ കയറിയിറങ്ങിയടക്കം വൃതശുദ്ധിയുടെ കാലഘട്ടത്തിലടക്കം കൂടുതൽ ബന്ധമൊക്കെ സ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. അതെല്ലാം പരാജയപ്പെടുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ അത് പ്രതിഫലനം ഉണ്ടാക്കുക, അത്തരം ഏതെങ്കിലും അജണ്ട ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സ്വാഭാവികമായി സംശയിച്ചേക്കാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കേരളത്തിൽ നടന്ന ചില സാമുദായിക ധ്രുവീകരണങ്ങൾ ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനമാണ് ക്രിസ്ത്യൻ സമുദായത്തെ കൂടെ നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി യഥാർത്ഥത്തിൽ സംഘപരിവാർ ശക്തിയും BJPയും ഒക്കെ ശക്തമായ ചില പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അതിലെ ചില പള്ളികൾ, ചർച്ചുകൾക്കിടയിലും വികാരിമാർക്കിടയിലും വിഭാഗീയത സൃഷ്ടിക്കുകയും അതിൽ നിന്ന് മുതലെടുക്കുക എന്ന ലക്ഷ്യമായിരുന്നു. പക്ഷേ അത് കേരളത്തിൽ അത്ര വില പോയിട്ടില്ല. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ ഭാഗത്ത് നടന്ന തെരഞ്ഞെടുപ്പിലും ഇതേ ചില പ്രയോഗങ്ങൾ പയറ്റിയിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് കാന്തപുരം വിഭാഗം ഇപ്പോൾ, കാന്തപുരം സുന്നികൾ ഇപ്പോൾ UDFുമായി കുറച്ച് അടുത്തുകൊണ്ടാണ്, പ്രത്യേകിച്ച് UDFന്റെ കോൺഗ്രസ് നേതാക്കളും ലീഗ് നേതാക്കളും അതുപോലെ തന്നെ മറ്റു നേതാക്കളൊക്കെ നിരന്തരമായി കാന്തപുരത്തെയും അവരുടെ ടീമിനെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അടുത്ത കാലത്ത് ഒരുപാട് സന്ദർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർശനങ്ങൾ UDF തരംഗം കേരളത്തിൽ സൃഷ്ടിക്കാൻ കഴിയും എന്ന ഒരു തോന്നലുകൾക്കിടയിൽ നിന്നാണ് BJP അതിൽ നിന്നൊരു മുതലെടുപ്പിന് വേണ്ടി മുസ്ലിം സമുദായത്തിലെ ഇതുപോലുള്ള ഒരു പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, പൊതു പ്രവർത്തനങ്ങളിലും മുമ്പിൽ നിൽക്കുന്ന കാന്തപുര വിഭാഗത്തെ കൂട്ടുനിർത്തിയാൽ കൂടുതൽ വോട്ടുകൾ നേടാമെന്നും ചില ഭാഗങ്ങളിലൊക്കെ നില മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന തോന്നലിൽ നിന്നായിരിക്കും ഇതുപോലുള്ള സന്ദർശനത്തിന് വേദിയൊരുക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും നിലവിൽ ഈ കൂടിക്കാഴ്ച, അതോടൊപ്പം തന്നെ സംഭാഷണങ്ങൾ, പിന്നീടുണ്ടായ പ്രതികരണം, അതിലൊക്കെ ദുരൂഹതയും സംശയവും ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നു. ED പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ പലരിലേക്കും എത്തിപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം ചേർത്ത് വെച്ചുകൊണ്ട് സംസാരിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.